പുതിയ ടോപ്പിക്കാണ് ഗാണ്ട് ടാസ്ക് ബോണസ് പ്ലാൻ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രീമിയം ബോണസ് പ്ലാൻ ആണ് ഇത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് HL ഗാണ്ട് എന്ന് പറയുന്ന ആളാണ്. ഇയാള് ഒരു FW ടൈലറുടെ അസോസിയേറ്റ് ആയിരുന്നു. ഇതിൽ മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ്. എന്തായാലും അയാൾക്ക് വേജ് നിശ്ചിതമായൊരു തുക ഗ്യാരണ്ടീഡ് ആണ്. അതിൽ നിന്ന് കുറച്ചൊന്നും കൊടുക്കില്ല. അയാളുടെ പെർഫോമൻസ് കുറവാണെങ്കിലും വേജ് കൊടുക്കുക 3 രീതിയിലാണ്. അയാളുടെ പെർഫോമൻസ് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം വേജ് കൊടുക്കും, സമയത്തിനനുസരിച്ചിട്ടുള്ള ശമ്പളം കൊടുക്കും, ബോണസ് ഒന്നും കൊടുക്കില്ല. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണെങ്കിൽ, അതായത് കമ്പനി വിചാരിച്ച അതേ പെർഫോമൻസ് അയാൾ കൊടുത്താൽ അയാൾക്ക് ടൈം വേജും കൊടുക്കും, 20% ഓഫ് ടൈം വേജ് അത് ബോണസ് ആയിട്ടും കൂടി കൊടുക്കും. ഇനി അയാളുടെ പെർഫോമൻസ് എബവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, കമ്പനിയുടെ എക്സ്പെക്ടേഷന് മേലെയാണ് അയാളുടെ പെർഫോമൻസ് എങ്കിൽ അയാൾക്ക് ഹൈ പീസ് റേറ്റാണ് കൊടുക്കുക. ഹൈ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. From the information given below, calculate the earnings of the worker under Gantt task bonus plan. Time rate 15 per hour. അതായത് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 15 രൂപ സാലറി ആയിട്ട് കൊടുക്കും. ഹയർ ടാസ്ക് പെർ ഡേ ഓഫ് 8 hours 80 യൂണിറ്റ്സ്. അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് 80 യൂണിറ്റ്സ് ആണ്. കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഈ 80 യൂണിറ്റ്സ്. ഹൈ പീസ് റേറ്റ് ₹2 per യൂണിറ്റ്. 3 വർക്കേഴ്സ് ഉണ്ട്. X produced 70 യൂണിറ്റ്സ്, Y produced 80 യൂണിറ്റ്സ്, Z produced 90 യൂണിറ്റ്സ്. അപ്പം 3 ആളതും ഏർണിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ്ലി ലെവൽ ഓഫ് പെർഫോമൻസ് കാണാം. ലെവൽ ഓഫ് പെർഫോമൻസ് കാണുന്ന ഫോർമുല ആക്ച്വൽ ഔട്ട്പുട്ട് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100 ആണ്. എക്സിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് 70 ആണ്. 70 ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 80 ഇൻറ്റു 100 87.5% കിട്ടും. വൈൻ്റെത് 80 ആണ്. 80 ബൈ 80 ഇൻറ്റു 100 100% കിട്ടും. ഇനി സെഡിൻ്റെത് 90 ആണ്. 90 ബൈ 80 ഇൻറ്റു 100 112.5% കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതിൽ 100% ആണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. 100% എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്താലാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആവുക. അപ്പം 87.5 എന്ന് പറയുന്നത് ബിലോ സ്റ്റാൻഡേർഡ് ആണ്. Y സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ്. Z എന്ന് പറഞ്ഞാൽ എബവ് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് സാലറി കൊടുക്കുക എന്ന്. ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടീഡ് ടൈം വേജ് മാത്രമേ കൊടുക്കുള്ളൂ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം വേജ് 20% ബോണസ് കൊടുക്കും. എബവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഹൈ പീസ് റേറ്റ് ഓൺ ഹോൾ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്ന ആൾ ബിലോ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഓൺലി ടൈം വേജ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. 8 മണിക്കൂറിന് 15 രൂപ വെച്ച് 120 രൂപയാണ് ആളുടെ ഏർണിങ്സ്. നേരത്തെ പറഞ്ഞിരുന്നു പെർ അവർ 15 rupees ആണ്. 8 മണിക്കൂറാണ് വർക്ക് ചെയ്തത് അയാൾ. അപ്പം 8 into 15 120. ടൈം വേജ് ആണ് കൊടുക്കുക, അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിനനുസരിച്ചിട്ടല്ല. അതുകൊണ്ടാണ് 8 into 15 ചെയ്തത്. 8 hours into 15 per hour 120. ഇനി ഏർണിങ്സ് ഓഫ് Y നോക്കുക. പെർഫോമൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ആണ്. അറ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം വേജ് അതും കൊടുക്കും, പ്ലസ് 20% ബോണസും കൊടുക്കും. ടൈം വേജ് 8 into 15 ചെയ്യുക, പ്ലസ് 20% ഓഫ് 8 into 15, അതായത് 120 പ്ലസ് 20% ഓഫ് 120 144 rupees ആണ് Yൻ്റെ ഏർണിങ്സ്. സെഡിൻ്റെ ഏർണിങ്സ് നോക്കുക. പെർഫോമൻസ് എബവ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഹൈ പീസ് റേറ്റാണ് കൊടുക്കുക. ടൈം വേജ് അല്ല, പീസ് റേറ്റാണ് കൊടുക്കുക. അയാൾ എത്ര യൂണിറ്റ്സ് ആകണോ ഉണ്ടാക്കിയത് അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഹൈ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 90 യൂണിറ്റ്സ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പീസ് റേറ്റ് 2 ആണ്. 90 into 2 180 rupees ആണ് അയാളുടെ ഏർണിങ്സ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, 3 ആൾക്ക് 3 രീതിയിലാണ് സാലറി കൊടുക്കുക. ഫസ്റ്റ് 2 ആൾക്ക് ടൈം വേജും 3-ാമത്തെ ആൾക്ക് പീസ് റേറ്റുമാണ് കൊടുക്കുക. മാറിപ്പോതിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ ഗാണ്ട് ടാസ്ക് ബോണസ് പ്ലാൻ.